നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിട്ടിയതൊന്നും കൊണ്ട് പഠിക്കാത്ത പിണറായി സർക്കാർ സ്വാമി അയ്യപ്പനെ വിറ്റ് കാശാക്കും. ശബരിമലയെ കച്ചവടമാക്കിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആഗോള അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 60 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണക്കാലത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. 440 കോടിയുടെ വരുമാനം ഇക്കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നേടിയതോടുകൂടിയാണ് ശബരിമല ധർമ്മശാസ്താവിന്റെ പേര് ഉപയോഗിച്ച് സർക്കാർ കേശ വീർപ്പിക്കാൻ ഒരുങ്ങുന്നത്. 440 കോടി കിട്ടിയപ്പോൾ 147 കോടി മാത്രമാണ് ചെലവായത്. ശബരിമലയിൽ എത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് കുടിവെള്ളം പോലും നൽകാതെ മുണ്ട് മുറുക്കിയെടുത്ത് സർക്കാർ നേടിയത് 440 കോടി. പണം വരുമെന്ന് ഉറപ്പായതോടുകൂടി ശബരിമലയെങ്കിൽ ശബരിമല എന്ന മട്ടിൽ അയ്യപ്പനെ കറവ പശുവാക്കാനാണ് നീക്കം. ശബരിമലയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന കോടികൾ വകമാറ്റുമെന്ന കാര്യവും ഉറപ്പാണ്. ശബരിമലയുടെ കീർത്തി വർദ്ധിപ്പിക്കണമെന്ന പേരിൽ ആഗോള സാമ്പത്തിക സമാഹരണത്തിനാണ് സർക്കാർ നീക്കം നടക്കുന്നത്. ഫണ്ട് സമാഹരണം ലക്ഷ്യമിട്ട് ലോക കേരള സഭ മാതൃകയിൽ സന്നിധാനത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. പിണറായി സന്നിധാനത്ത് വരില്ല എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റും. സ്പോൺസർഷിപ്പുകളുടെ പേരിൽ വൻ തുകകൾ നൽകാൻ ശേഷിയുള്ളവരെ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ഇനി ഇവരെല്ലാവരും സന്നിധാനത്ത് തന്നെ വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി ഒരുപക്ഷെ മല കയറാനും മുഖ്യമന്ത്രി മടിക്കില്ല എന്നുള്ള ആക്ഷേപവും ഉണ്ട്. ദേവസ്വം ഫണ്ട് ദൂർത്തടിച്ചാണ് സന്നിധാനത്തെ ആഗോള അതിഥി സൽക്കാരം ഒരുങ്ങുന്നത്. ഭക്തർ ക്ഷേത്രങ്ങളിൽ നൽകുന്ന കാണിക്കയിൽ നിന്നാണ് ഈ പുട്ടഴി നടക്കാൻ പോകുന്നത്. പഴയ യുവതീ പ്രവേശനം പോലെ ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാനാണ് നീക്കമെന്ന് തന്നെയാണ് സാരം. 60ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികളെയാണ് അയ്യപ്പ സംഗമത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. എന്നാൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്തെന്ന് വ്യക്തമായിട്ടില്ല. വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ചിങ്ങത്തിൽ തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് തടസ്സമായേക്കാവുന്ന വിധത്തിലാണ് സന്നിധാനത്തിലെ ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് വ്യക്തം. വിദേശ പ്രതിനിധികളുടെ യാത്രാ ചെലവ്, താമസം, ഭക്ഷണം എന്നിവ ഒരുക്കുന്നത് സംബന്ധിച്ചോ സംഗമത്തിലെ പരിപാടികളെക്കുറിച്ചോ വെളിപ്പെടുത്താനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായില്ല. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് മാത്രം 293 കോടി മിച്ചം ലഭിച്ചിട്ടും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് വലിയ വീഴ്ച ദേവസ്വം ബോർഡിൽ ഉണ്ടായി. ഇതിനിടയിലാണ് പ്രത്യേക നിധി രൂപീകരിക്കുന്നതിനായി പണപ്പിരിവ് നടത്താനുള്ള നീക്കം. അതായത് ഇനി അഴിമതി അയ്യപ്പനെ മുൻനിർത്തി എന്ന് ചുരുക്കം. അയ്യപ്പ ഭക്തർക്ക് കാലങ്ങളായി സന്നിധാനത്തും പമ്പയിലും സൗകര്യമൊരുക്കിയിരുന്ന അയ്യപ്പ സേവാ സംഘടനയെ ഉൾപ്പെടെയുള്ള സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ടാണ് സന്നിധാനത്തെ ഈ സംഘടനകൾ ഭക്തർക്ക് സൗജന്യമായി നൽകിയിരുന്ന അന്നദാനവും കുടിവെള്ളവും വിലക്കിയത്. നിലയ്ക്കലിൽ മുതൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞ് നിർബന്ധവുമായി KSRTC ബസ്സുകളിൽ കുത്തി നിറയ്ക്കുകയും ചെയ്തു. ഇതേ സർക്കാരാണ് ലോകപ്രസിദ്ധമായ ശബരിമലയ്ക്ക് കീർത്തി വർദ്ധിപ്പിക്കണമെന്ന പേരിൽ സംഗമം നടത്തുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 384 കോടിയായിരുന്നു ആകെ വരുമാനം. കാണിക്ക കഴിഞ്ഞ വർഷത്തേക്കാൾ കോടികൾ വർദ്ധിച്ച് 126 കോടിയായി മാറി. അയ്യപ്പ ഭക്തർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം പഞ്ചനക്ഷത്ര ഇഫക്റ്റിൽ നടത്താനാണ് നീക്കം. ലോക കേരള സഭ നടത്തുന്ന ചാരുതയോടുകൂടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ സംഗമത്തിലെത്തുന്ന സമ്പന്നരെ പ്രീണിപ്പിച്ച് കോടികൾ കിട്ടുമെന്ന് സർക്കാരിന് നന്നായി അറിയാം. ഈ കാലയളവിൽ കിട്ടിയ കോടികൾ കൊണ്ട് തന്നെ ശബരിമലയെ വേണമെങ്കിൽ പൂങ്കാവനമാക്കാം. എന്നാൽ അതുണ്ടായില്ല. അതിന് പകരം ഭക്തരെ അവഹേളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ തുടക്കമാണ് സർക്കാർ ലക്ഷ്യമിടുന്ന റോപ്പ് വേ നിർമ്മാണം. യുവതികളെ കയറ്റി ശബരിമലയുടെ വിശുദ്ധി ഇല്ലാതാക്കിയ പിണറായി വിജയൻ ശബരിമലയുടെ പാവനത ഇല്ലാതെയാക്കാൻ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. എത്തിയിട്ട് അധിക നാളും ആയിട്ടില്ല. ചരക്ക് നീക്കത്തിനെന്ന വ്യാജേനെ റോപ്പ് വേ നിർമ്മിച്ച് ശബരിമലയുടെ പ്രശാന്തിക്ക് ഭംഗം വരുത്താനാണ് മുഖ്യമന്ത്രിയുടെ CPMന്റെയും ശ്രമം. ആദ്യം ചരക്ക് നീക്കവും പിന്നീട് യാത്രക്കാരെ കയറ്റാൻ അനുമതിയുമായിരിക്കും ലക്ഷ്യം. ഇത്തരത്തിൽ ശബരിമല പൂങ്കാവനത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കിയിരിക്കുകയാണ് സർക്കാർ. എന്നാൽ വനം വകുപ്പ് റോപ്പ് വേയിൽ ചില കുരുക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറെക്കാലമായുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് ശബരിമല റോപ്പ് വേ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ റവന്യൂ ഭൂമി കൈമാറി സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ പദ്ധതിയുടെ പ്രധാന തടസ്സം മാറി. വനം വകുപ്പിന്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകുകയുമായി ബന്ധപ്പെട്ട്
സർക്കാർ ശബരിമലയിൽ നടപ്പാക്കുന്ന ഈ റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് ലക്ഷ്യം. 14 വർഷമായി ഭൂമി തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനിടെ തുടർന്ന് നിലച്ചുപോയ പദ്ധതികൾക്കായി സർക്കാർ ഉത്തരവിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ റോപ്പ് വേക്ക് ശുപാർശ ചെയ്തത്. 2011 ആഗോള ടെൻഡർ വിളിച്ച് ഒരു കമ്പനിയുമായി കരാർ ഉറപ്പിച്ചു. തുടർന്ന് വനഭൂമി കണ്ടെത്താൻ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചു. പദ്ധതിക്ക് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാൻ ദേവസ്വം മന്ത്രി അപേക്ഷ നൽകുകയും ചെയ്തു. ഇടുക്കി ചിന്നക്കനാലിൽ ആദ്യം റവന്യൂ ഭൂമി കണ്ടെത്തിയെങ്കിലും തർക്കം കാരണം കൈമാറ്റം മുടങ്ങി. പിന്നീട് ദേവസ്വം മന്ത്രി VN വാസവൻ മുൻകൈയെടുത്ത തുടർച്ചയായി വനം റവന്യൂ വകുപ്പുകൾ യോഗം ചേർന്ന റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ മന്ത്രി VN വാസവന്റെ ഇതുവരെയായി 16 തവണയാണ് യോഗം വിളിച്ചത്. മന്ത്രി OR കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാതെ തന്റെ വിശ്വസ്തനായ വാസവന് പിണറായി ദേവസ്വം നൽകിയതിന്റെ രഹസ്യവും ഇതായിരുന്നു. തുറമുഖവും വാസവന് തന്നെയാണ്. പദ്ധതിക്കായി വേണ്ട 4,53,306 ഹെക്ടർ വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ 2 യൂണിറ്റുകളിലായി 4,53,306 ഹെക്ടർ റവന്യൂ ഭൂമി കൈമാറുമെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ് ഇറക്കിയത്. റവന്യൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനംവകുപ്പിന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശപ്രകാരം പരിഹാര വനവത്കരണത്തിനായിട്ടാണ് ഈ ഭൂമി വനവകുപ്പിന് കൈമാറിയത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയാൽ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനാകും. കേന്ദ്രത്തിൽ മാത്രമാണ് ഇനി പരീക്ഷണം ഉള്ളത്. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോലെയല്ല ശബരിമല. കാനന ക്ഷേത്രമായ ശബരിമലയിൽ അയ്യനെ കാണാൻ എത്തേണ്ടത് കൊടും വ്രതം അനുഷ്ഠിച്ചാണ്. പണ്ടുകാലത്ത് 41 ദിവസത്തെ വ്രതം നിർബന്ധമായിരുന്നു. ഇതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ശബരിമല അയ്യനെ വിശ്വസിക്കുന്നവർക്ക് അത് അപൂർവമായ ഒരു അനുഭവം തന്നെയായി തുടരുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് സർക്കാർ റോപ്പ് വേയും പഞ്ചനക്ഷത്ര യോഗവും വിളിക്കുന്നത്. കോടികൾ വെട്ടിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതിന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? ശബരിമലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് നൽകുന്നത്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനവും വഴിപാട് പോലെ പദ്ധതികൾക്കു വേണ്ടി എല്ലാ വർഷവും ബജറ്റിൽ കോടികൾ അനുവദിക്കാറുണ്ടെങ്കിലും തുടർ നടപടികളോ പദ്ധതി നടത്തിപ്പോ മാത്രം പ്രഖ്യാപനത്തിനപ്പുറം പോകാറില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ 30 കോടി രൂപയും എരുമേലി മാസ്റ്റർ പ്ലാനിൽ 10 കോടി രൂപയും നിലയ്ക്കൽ വികസനത്തിന് 2.5 കോടിയും അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഒന്നിന്റെയും രൂപരേഖ പോലും തയ്യാറായിട്ടില്ല. രൂപരേഖയിൽ ഉൾപ്പെടാതെ പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ ഉന്നതാധികാര സമിതിക്ക് സാധിക്കാത്തതാണ് പദ്ധതി അനിശ്ചിതത്വത്തിന്റെ തുടരാൻ കാരണം. ഇതിന് പരിശ്രമിക്കാതെയാണ് സംഗമം നടത്തി പിരിക്കാൻ ഒരുങ്ങുന്നത്. ആദ്യം ഒരു സ്വകാര്യ ഏജൻസിയാണ് രൂപരേഖ തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത്. അത് വിവാദമായപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി. അത് പൂർത്തിയായതോടുകൂടിയാണ് കേന്ദ്ര തീർത്ഥാടന ടൂറിസം പദ്ധതികൾ അനുവദിച്ച 100 കോടി രൂപയിൽ 80 കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെടുകയും ചെയ്തത്. വനം വകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള അതിർത്തി തർക്കമാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണമായി സംസ്ഥാന സർക്കാർ പറഞ്ഞത്. എന്നാൽ ഹൈക്കോടതി ഇടപെട്ട് ASP കുറുപ്പിന്റെ നേതൃത്വത്തിൽ അഭിഭാഷക കമ്മീഷൻ നിയോഗിക്കുകയും ശബരിമല സന്നിധാനത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള 100 ഹെക്ടർ സ്ഥലം അളന്നു തിരിക്കുകയും പലതും സ്ഥാപിച്ച്, അതായത് ഈ ജണ്ട സ്ഥാപിച്ച് നൽകിയിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് ചെയ്തത്. പമ്പ മുതൽ മരക്കൂട്ടം വരെയുള്ള അയ്യപ്പൻ റോഡ്, പമ്പ മുതൽ അപ്പാച്ചിമേട് വഴി മരക്കൂട്ടം വരെയുള്ള സ്വാമി അയ്യപ്പൻ റോഡും ചന്ദ്രനന്ദൻ റോഡ്, അതുപോലെ തന്നെ ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള പാത എന്നിവിടങ്ങളിലാണ് ദേവസ്വം ബോർഡ് സർവേ കല്ലും വനം വകുപ്പ് ജണ്ടയും സ്ഥാപിച്ചത്. കൂടാതെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ 5 പദ്ധതികൾ കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപ് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങിക്കിടക്കുകയാണ്. മാളികപ്പുറം മേൽപ്പാലം, പുതിയ അരവണ പ്ലാന്റ്, കൂന്നാർ തടയണയിൽ നിന്നുള്ള പൈപ്പ് ലൈന്, നിലയ്ക്കൽ സുരക്ഷാ ഇടനാഴി, പമ്പ പാലം എന്നിവയാണ് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. നിർദ്ദിഷ്ട മാളികപ്പുറം ചന്ദ്രൻ റോഡ് മേൽപ്പാലത്തിന്റെ രൂപരേഖയും ഈ എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനെ ചുമതലപ്പെടുത്തിയെങ്കിലും മുൻകൂർ പണം ആവശ്യപ്പെട്ടതോടുകൂടി അവരെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വാപ്കോസിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പമ്പ പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ഏൽപ്പിച്ചത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഫേസ് ആർക്കിനെയാണ്. 15 കോടി രൂപ ആദ്യഘട്ടമായി അനുവദിച്ചെങ്കിലും ആവശ്യമായ മുഴുവൻ തുകയും ലഭിക്കാത്തതിനാൽ ടെൻഡർ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അരവണ പ്ലാന്റിനായി 15 കോടി വിലയിരുത്തുകയും 6 കോടി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഫലം കണ്ടില്ല. കോന്നാർ തടയണയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ പുതിയ പൈപ്പ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ വർഷം 2 കോടി രൂപ അനുവദിച്ചെങ്കിലും പണി തുടങ്ങിയിട്ടില്ല.
നിലയ്ക്കൽ സുരക്ഷാ ഇടനാഴിക്കും ഫണ്ട് അനുവദിച്ചെങ്കിലും പദ്ധതി കടലാസിൽ ഒതുങ്ങുകയാണ്. ഇതോടൊപ്പം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ മേൽശാന്തി മുറികൾ, ദേവസ്വം ഓഫീസുകൾ, തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ ലോക്കൌട്ട് പ്ലാൻ ജസ്റ്റിസ് എസ് സിരിജകൻ അധ്യക്ഷനായ ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല എന്ന പേരിൽ എഴുതിത്തള്ളി എന്ന് വേണം പറയാൻ. എന്തായാലും ശബരിമലയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദു ഐക്യവേദി നൽകിയ കേസിൽ ഏറെ പ്രാധാന്യമുള്ളതും ഭക്തജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്നതുമായ വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ഈ സജീവ പ്രവർത്തകരെ ഇനിമേൽ നിയമിക്കരുത് എന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഇട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് ഹിന്ദു രാജാക്കന്മാരായിരുന്നു. ഹിന്ദുവിന്റെ ക്ഷേത്രം ഹിന്ദു ഭരിച്ചിരുന്നതിനാൽ താത്വികമായ ഒരു പ്രശ്നവും ഇവിടെ ഉത്ഭവിച്ചിരുന്നില്ല. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്ന നിയമസഭയുടെയും മന്ത്രിസഭയുടെയും തുടർച്ചയായിരുന്നില്ല. 1950 ശേഷമുള്ള നമ്മുടെ നിയമസഭകളും മന്ത്രിസഭകളും ഹിന്ദു രാജാവിന്റെ കീഴിൽ നിലനിന്നിരുന്ന ദേവസ്വം നിയമം അതേപടി മതേതര രാജ്യത്തെ തുടർന്ന് നിലനിർത്തി എന്ന വിരോധാഭാസമാണ് ഇവിടെ നടന്നു വന്നത്. ഇതിനിടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണം നിയന്ത്രിക്കാൻ നിരീശ്വരവാദികൾക്കും ഇതര മതസമൂഹ നിയന്ത്രണത്തിലുള്ള സർക്കാരുകൾക്ക് പോലും കഴിയുന്നു. 1954 വഖഫ് ആക്ട് പ്രകാരം വഖഫ് ഭരണത്തിൽ സർക്കാരിനുണ്ടായിരുന്ന നിയന്ത്രണാധികാരങ്ങൾ വ്യാപകമായി പ്രതിഷേധത്തെ തുടർന്ന് വഖഫ് ആക്ട് ഭേദഗതിയിലൂടെ നീക്കം ചെയ്ത സർക്കാരിന് ഇന്ന് കേരളത്തിൽ ഉള്ളത്. ഭരണത്തിലെ കത്തോലിക്ക സഭയുടെ സ്വത്ത് ദേശീയ സഭയുടെ കീഴിലാണ് എന്ന ഭരണ പരിഷ്കാര കമ്മീഷനായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ സർക്കാരിന് എന്നതും പ്രത്യേകതയാണ്. പല കാലങ്ങളിലും പല കാരണങ്ങൾ പറഞ്ഞ് ദേവസ്വം അക്കൗണ്ട് സഹകരണ സംഘങ്ങളിലും സർക്കാർ ട്രഷറിയിലും അടയ്ക്കാൻ സർക്കാരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അതെല്ലാം തടസ്സപ്പെടുത്തിയിരുന്നു. G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ദേവസ്വം ഫണ്ട് പൊതു ഉപയോഗത്തിനും സർക്കാരിന് വായ്പയായി നൽകണമെന്ന പ്രസ്താവന ഇറക്കുകയും പിന്നാലെ പമ്പയിൽ സഹകരണ ബാങ്ക് സ്ഥാപിക്കുകയും ചെയ്തത്. പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണനും ദേവസ്വം ഫണ്ട് ട്രഷറിയിൽ അടപ്പിക്കാൻ നിഗൂഢ ശ്രമങ്ങളാണ് ആരംഭിച്ചിരുന്നത്. എന്തായാലും ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ദേവസ്വത്തിൽ നടക്കാൻ പോകുന്ന ഈ പഞ്ചനക്ഷത്ര യോഗം അത് മുച്ചൂട് മുടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. എന്തായാലും ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുകയും ക്ഷേത്രഭരണ കുൽസിത മാർഗത്തിലൂടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ തങ്ങളാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ ഭക്തജന സമൂഹത്തിന് കഴിയണമെന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നു. ഏതായാലും സർക്കാരിന് ബാക്കിയുള്ള ഏതാനും മാസങ്ങൾ കൊണ്ട് ശബരിമലയെ കൂടി വെളുപ്പിക്കാനാണ് പിണറായിയുടെ നീക്കം. അതിവിടത്തെ വിശ്വാസികൾ അനുവദിക്കുകയും ഇല്ല.